ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധനായ പാമ്പാടി തിരുമേനിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരിശുദ്ധ ബാവാ തിരുമേനി നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നാലും റാസ വരുന്നത് വരെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അവദാനങ്ങളെ കീർത്തിക്കുകയും ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണ്. പാമ്പാടി തിരുമേനിയുടെ ഖബറിങ്കിലേക്ക് പോകുന്നിടത്ത് കർത്താവിൻ്റെ ഒരു കുരിശിത രൂപം ചിത്രം ആലേഖനം ചെയ്ത് നമ്മളെല്ലാവരും അത് കണ്ടാണ് ഖബറിങ്കിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്ക് ഇതിൽ ഏതുമില്ലയോ. വിലാപങ്ങളുടെ പുസ്തകത്തിലുള്ളതാണെങ്കിലും ഓരോ പെരുന്നാളിലും അവിടെ വന്നുകൂടുന്ന ജനം മുഴുവനും വായിക്കത്തക്കവണ്ണം എഴുതിയിരിക്കുന്ന ഒരു വലിയ വാക്യമാണ്. ഓരോ പെരുന്നാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. നമ്മുടെ നൂറ്റാണ്ടിൽ നമ്മളെപ്പോലെയുള്ള ഈ സാഹചര്യത്തിൽ ജീവിച്ച് ദൈവത്തിന് ഇഷ്ടനായി സ്വർഗത്തെ ഭൂമിയിലേക്ക് ആനയിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു മനുഷ്യൻ ജീവിച്ച ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും എന്തുകൊണ്ട് ആ ജീവിതം പകർത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കുറ്റബോധമായും ആ ജീവിതത്തെ ആവോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടുള്ള ഒരു ആവേശം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുവാനും ഓരോ പെരുന്നാളിലും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് തിരുമേനി ഓർമ്മപ്പെടുത്തിയത് വെല്ലുവിളിയാണ്. പെരുന്നാളിൻ്റെ ചട്ടവട്ടങ്ങളിൽ സമ്മേളിച്ച് സംബന്ധിച്ച് കടന്നു പോകുന്നതിനേക്കാൾ ഉപരിയായി ആ ജീവിതം നമ്മളോട് സംസാരിക്കുവാനും ആ ജീവിതത്തോട് അനുരൂപപ്പെട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരു സന്ദർഭമാണ് ഓരോ പെരുന്നാളും. ഇവിടെ ഓർമ്മ എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച ഇന്നിടത്ത് ജനിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന സമയത്ത് ഈ ലോകം വിട്ട് കടന്നുപോയി എന്നൊക്കെ പറയുന്ന ജീവചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമല്ല. അതിനേക്കാൾ ഉപരിയായി സജീവമായ ഒരു യാഥാർത്ഥ്യമാണ് ഓർമ്മ എന്ന വാക്കിലൂടെ സംഭവിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ കോശങ്ങളിലും നിരവധി ഓർമ്മകൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പല്ല് എങ്ങനെയായിരിക്കണം, അതിനെത്ര ചരിവുണ്ടായിരിക്കണം, അതിൻ്റെ വിന്യസിക്കുന്ന അതിൻ്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ആ കോശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മൂക്ക് എങ്ങനെയായിരിക്കണം, എൻ്റെ നെറ്റി എങ്ങനെയായിരിക്കണം, അത് പൂർവികരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ ആ കോശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഏത് സാഹചര്യത്തിലായാലും ഏത് ഭക്ഷണക്രമം നമ്മൾ ശീലിച്ചാലും ഈ ശരീരത്തിലെ ഓരോ പ്രത്യേകതകളും നമ്മുടെ ശബ്ദമായാലും നമ്മുടെ കയ്യക്ഷരമായാലും എന്ന് വേണ്ട ഫിസിക്കലായിട്ടുള്ള ആയിരക്കണക്കിന് ട്രെയ്റ്റ്സ് ഇതുപോലെയുള്ള ഓർമ്മകളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളയാളാണ്, അതിൻ്റെ സ്ട്രക്ചർ ആ വിധത്തിലേ വരികയുള്ളൂ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നത് ആ കോശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓർമ്മകളാണ്, മെമ്മറികളാണ്. എന്നാൽ ഫിസിക്കലായിട്ട് മാത്രമല്ല, സ്പിരിച്വലായിട്ടുള്ള ഓർമ്മകളും രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മാതാപിതാക്കളുടെ ദൈവാംശം, അവരുടെ ദൈവികമായ ജീവിതം, അതുപോലെ തന്നെ പൂർവികരായ പിതാക്കന്മാർ അനുഷ്ഠിച്ചിട്ടുള്ള ദൈവികമായ ചട്ടവട്ടങ്ങളും അനുഷ്ഠാനങ്ങളും
ഓർമ്മകളായി അനന്തര തലമുറയിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ അനുയോജ്യമായ ഒരു സാഹചര്യത്തിൽ നല്ല ഓർമ്മയുമായി ഈ ലോകത്ത് ജനിക്കുന്ന ഒരു വ്യക്തി സജ്ജനങ്ങളുടെ സമ്മേളനം കൊണ്ടും ജീവിത സുഹൃതം കൊണ്ടും കഠിന പരിശ്രമങ്ങൾ കൊണ്ടും ഒരു വിശുദ്ധനായി നമ്മുടെ ഇടയിൽ ജീവിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആർജിച്ചിട്ടുള്ള ഭൗതികവും ആത്മീയവുമായ ഓർമ്മകൾ അനന്തര തലമുറയിലൂടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പേഴമറ്റത്ത് ചാക്കോയുടെയും ഇളച്ചിയുടെയും 5ാമത്തെ പുത്രനായി ജനിച്ച ആ വ്യക്തി ഈ ദൈവാംശം കൊണ്ടും സജ്ജനങ്ങളുടെ സഹവാസം കൊണ്ടും സ്വപരിശ്രമം കൊണ്ടും പരിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു നമുക്കൊക്കെയും ആശ്വാസം പകരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും ഇതുപോലെയുള്ള ഒരു നല്ല ഓർമ്മ കോറിയിട്ട് കഴിഞ്ഞാൽ അനന്തര തലമുറയിൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ശ്രേഷ്ഠമായ ജന്മങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മകളെ റിഫൈൻ ചെയ്യുവാനും അത് സജീവമാക്കി നിർത്തുവാനുമുള്ള ഒരു അവസരമാണ് ഈ പെരുന്നാളിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പണ്ട് എങ്ങനെയോ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ആ പെരുന്നാൾ സംബന്ധിച്ച് കടന്നു പോവുക എന്നുള്ളതല്ല. ആ ഓർമ്മ നമ്മുടെ ഓരോ കോശങ്ങളിലും നല്ല ചിത്രങ്ങൾ കോറിയിടുമ്പോൾ അനന്തര തലമുറയിൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭ്യമാകുമ്പോൾ അത് ഈ ലോകത്ത് ഉത്ഭുതമാകും. അതുകൊണ്ട് ശ്രേഷ്ഠമായ ജനനം എന്ന് പറയുന്നത് ഉത്കൃഷ്ട കുടുംബത്തിൽ ജനിക്കണമെന്നില്ല. ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നല്ല ഓർമ്മകളുമായി ഈ ലോകത്ത് കടന്നു വരുന്ന ഓരോ ബാലനും ബാലികയും അവരുടെ സജ്ജനങ്ങളുടെ സാമീപ്യം കൊണ്ട്, അവരുടെ സഹവാസം കൊണ്ട്, സ്വന്തമായ പരിശ്രമം കൊണ്ട് നമുക്കൊക്കെ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചിത്രമാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലങ്കര സഭ അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ കോട്ടയത്ത് 3 റമ്പാച്ചന്മാരെ 1911 സെപ്റ്റംബർ മാസം മെത്രാപ്പോലിത്തന്മാരാക്കുവാനായി വട്ടശ്ശേരിൽ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ അസോസിയേഷൻ തെരഞ്ഞെടുത്തു. അതിലൊന്നാമൻ കാരിച്ചിറ ഗീവർഗീസ് റമ്പാനും, രണ്ടാമൻ കല്ലാശ്ശേരിയിൽ പുന്നൂസ് റമ്പാനും, മൂന്നാമൻ ഏഴമറ്റത്ത് കുറിയാക്കോസ് റമ്പാനുമാണ്. അതിൽ പ്രായം കൂടിയ കാരിച്ചിറ റമ്പാച്ചൻ അനാരോഗ്യം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രായം കുറഞ്ഞ പേഴമറ്റത്ത് കുറിയാക്കോസ് റമ്പാച്ചൻ തനിക്ക് ആത്മീയമായ ജീവിതത്തിന് ഇത് ഒരു തടസ്സമായി തീരും എന്ന് കരുതി ആ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹവും രക്ഷപ്പെട്ടു. അങ്ങനെ അവസാനം കല്ലാശ്ശേരിയിൽ പുന്നൂസ് റമ്പാൻ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ ആദ്യം പട്ടമേറ്റു. ഇവർ 3 പേരും സ്നേഹിതരും, അല്പസ്വല്പം പ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അവർ 3 പേരും മലങ്കര സഭയുടെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവരാണ്. മെത്രാൻ സ്ഥാനം ഇന്ന് ഒരു വലിയ മത്സരത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അന്ന് ഇതിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു ചിത്രം വളരെ ഹൃദ്യമായി നമുക്ക് തോന്നും. എന്നിരുന്നാൽ 2 പേരും പിൽക്കാലങ്ങളിൽ സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയരുവാനിടയായി. കാരിച്ചിറ ഗീവർഗീസ് റമ്പാൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്ന പേരിൽ അഭിഷിക്തനായി. അദ്ദേഹം 2ാമത്തെ കാതോലിക്കായി ഉയർത്തപ്പെട്ടു. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ
അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ഈ ലോകത്തിൽ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും വളരെ വിശുദ്ധനായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഉറ്റ സ്നേഹിതനും അതുപോലെ തന്നെ വളരെ ആഴമായ ഗാഢമായ സ്നേഹബന്ധം നിലനിർത്തിയ വ്യക്തിയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്ന പേഴമറ്റക്കത്തിൽ കുറിയാക്കോസ് റമ്പാൻ. ഒരു പലപ്പോഴും വള്ളിക്കാട്ട് തേറായിലും ഇവിടെ പൊത്തമ്പുറത്തും ഒന്നിച്ച് താമസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള സ്നേഹബന്ധമൊക്കെ നിലനിർത്തുകയും ചെയ്തു. അവസാനം സഭയ്ക്ക് നിർണായകമായ സാഹചര്യത്തിൽ മേൽപ്പട്ടക്കാരുടെ അത്യാവശ്യം നേരിട്ടപ്പോൾ ഒട്ടശ്ശേരി തിരുമേനിയുടെ നിർബന്ധവും ആമന്മാൾപ്പിള്ളയുടെയും ഒക്കെ പ്രോത്സാഹനവുമൊക്കെ പേഴമറ്റത്തിൽ കുറിയാക്കോസ് റമ്പാനും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയരുവാൻ, ആ സ്ഥാനം സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ചു. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 10-29 വർഷങ്ങൾക്ക് ശേഷമാണ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയരുന്നതെങ്കിലും ഈ 3 വ്യക്തികളും കോട്ടയത്ത് നിന്ന് ഉദിച്ച 3 നക്ഷത്രങ്ങളാണ്. അവരാലാവുന്ന വിധത്തിൽ പ്രത്യേകമായി സഭയെ സേവിച്ചു. കാരിച്ചിറ ഗീവർഗീസ് റമ്പാൻ രണ്ടാം കാതോലിക്കായെങ്കിൽ മറ്റു 2 പേരും ഭൗതികമായ വലിയ വിദ്യാഭ്യാസങ്ങൾ സിദ്ധിക്കുന്നതിന് അവസരം ലഭിച്ചില്ല എങ്കിലും ആത്മീയ മണ്ഡലത്തിൽ മറ്റെല്ലാവരേക്കാൾ ശോഭിക്കുവാനും ഏതാണ്ട് 30-ലധികം വർഷം കാതോലിക്ക സിംഹാസനത്തെ അലങ്കരിക്കുവാനും കല്ലാശ്ശേരിൽ ഗീവർഗീസ് ദ്വിതീയൻ ബാവായിക്ക് സാധിച്ചു. 3-മൻ അദ്ദേഹത്തിൻ്റെ മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ അവസരത്തിൽ സമ്മേളനത്തിൽ സ്വീകരണം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വെറും ഒരു പാവപ്പെട്ടവനാണ്, കുപ്പായം വാങ്ങാൻ പോലും എനിക്ക് കാശില്ല, എന്നാലും പിതാക്കന്മാർ അഭുരങ്കരമായി സൂക്ഷിച്ചിരിക്കുന്ന വിശ്വാസം സംരക്ഷിക്കുന്ന ഈ സഭയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ അഭിമാനത്തോടുകൂടി കോട്ടയം ഭദ്രാസനത്തിൻ്റെ സാരഥിയായി വളരെ ശാന്തമായി ജീവിതം നയിച്ചു. അദ്ദേഹം വലിയ വാഗ്മിയോ എഴുത്തുകാരനോ ഭരണകർത്താവോ മറ്റു വിധത്തിൽ ഭൗതികമായി ഏതെങ്കിലും വലിയ നേട്ടം അവകാശപ്പെടാവുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്ന ഒന്ന് ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ബന്ധമാണ്. തൻ്റെ ജന്മത്തിൽ തന്നെ തനിക്ക് സഹജമായി ലഭ്യമായ ആ ദൈവാംശം അതിനെ ആളിക്കത്തിക്കുവാനും അത് ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ആ ദിവ്യ സംസർഗം, ഈ 3 റമ്പാച്ചന്മാരെ ഞാൻ കാര്യം പറഞ്ഞത് അവരെ 3 പേരെയും ആകർഷിച്ച ഒരു വലിയ തേജസ് പരിശുദ്ധനായ പരിമല തിരുമേനിയാണ്. കല്ലാശ്ശേരിൽ പുന്നൂസ് റമ്പാൻ പരിമലയിലെ മാനേജരായും മറ്റു 2 പേർ പരിമല തിരുമേനിയുടെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരുമാണ്. അങ്ങനെയുള്ള ആ വലിയ പ്രകാശത്തിൽ നിന്ന് ആവോളം ശക്തിയും തേജസ്സും ഉൾക്കൊള്ളുവാൻ ഈ 3 വ്യക്തികൾക്കും സാധിച്ചു. അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് പരിമല തിരുമേനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമാണ്. കല്ലാശ്ശേരിൽ പുന്നൂസ് റമ്പാനെക്കുറിച്ച് വളരെ ഹൃദയാർജമായ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് പരിമല തിരുമേനി പറഞ്ഞിട്ടുള്ളത് വായിച്ചാൽ എത്രമാത്രം അനുഗ്രഹം അവർ ഓരോരുത്തരിലും ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 3 വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞുള്ള ജന്മം കൊണ്ട് ലഭ്യമായ നല്ല ഓർമ്മകളും നല്ല വ്യക്തികളുമായുള്ള സംസർഗം ഈ 3 പേർ തമ്മിലും പരിമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും പ്രത്യേകിച്ച് പാമ്പാടി തിരുമേനിയുടെ വലിയ ഒരു പ്രോത്സാഹകനും അതുപോലെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ഉത്സാഹിക്കുകയും ചെയ്തത് വട്ടശ്ശേരി തിരുമേനിയാണ്. ഇങ്ങനെയുള്ളവരെയാണ് സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകിച്ച് നവീകരണക്കാരുമായിട്ടുള്ള മത്സരത്തിലും സഭയുടെ നൗകയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമൊക്കെ ആടി ഉലഞ്ഞപ്പോൾ
ഈ സഭയെ നേരിട്ട് നിലനിർത്തി ഉറപ്പിക്കണമെങ്കിൽ ബുദ്ധിപരമായ വൈഭവമുള്ളവരെക്കാൾ ദൈവത്തിന് ഹിതകരമായി ജീവിക്കുന്ന പരിശുദ്ധന്മാരാണ് സഭയ്ക്കാവശ്യമെന്ന് കണ്ട് ആ സഭയുടെ ആവശ്യം മനസ്സിലാക്കി ഈ സഭയുടെ പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി. അദ്ദേഹം ഈ സ്ഥാനം ആഗ്രഹിച്ചില്ല. ഈ പൊത്തംപുറത്ത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹത്തിൽ തൻ്റെ ജീവിതം നിലനിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് ലോകത്തിൻ്റെ വലിയ തിരക്കുകളിൽ നിന്ന് മാറി ജീവിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും സഭയുടെ ഒരു വലിയ ആവശ്യം മുൻനിർത്തി അതിൻ്റെ പ്രവർത്തന പന്ഥാവിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നു. അത് നമ്മുടെ ഭാഗ്യമായി കരുതുകയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 അടിസ്ഥാന തൂണുകളാണ് അതിനുള്ളത്. ഒന്ന് തപോനിഷ്ഠ, 2 ഭൂതദയ. തപോനിഷ്ഠ എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ അക്ഷരം പ്രതിയുള്ള അനുഷ്ഠാനമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാവമായി അത് മാറുവാൻ സാധിക്കുന്ന ഒന്നാണ്. സഭയുടെ ആരാധനക്രമങ്ങളും നൊയമ്പനുഷ്ഠാനങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും യാതൊന്നും ലാഘവപ്പെടുത്താതെ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ശ്രദ്ധിച്ചു. വൈദികനായതിൻ്റെ പിറ്റേ ദിവസം തന്നെ റമ്പാൻ സ്ഥാനം സ്വീകരിച്ച് സന്യാസത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുക്കന്മാരോടുള്ള അനുസരണയിൽ, ഭക്തി ജീവിതത്തിൽ, തപോനിഷ്ഠയിൽ അദ്ദേഹം ജീവിച്ചു. അക്കാലത്ത് മഴ പെയ്യാതെ ഇരുന്നപ്പോൾ മഴ പെയ്യിക്കുന്നതിന് വേണ്ടി തൻ്റെ സഹപ്രവർത്തകരെയും ചുറ്റുപാടുമുള്ളവരെയും വിശ്വാസപൂർവ്വം വിളിച്ചു വരുത്തി പ്രാർത്ഥന നടത്തി സ്വർഗത്തിൽ നിന്ന് മഴ ഇറക്കുവാൻ തക്കവണ്ണം ഒരു ഷമ്മാശനായിരുന്നപ്പോഴേ അദ്ദേഹത്തിന് സാധിച്ചു. അത് വിശ്വാസത്തിൻ്റെ ആഴമാണ് കാണിക്കുന്നത്. തൻ്റെ തപോനിഷ്ഠയുടെ തീവ്രതയാണത് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഭൂതദയ എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുവാനുള്ളൊരു മനസ്സ്. അത്താഴത്തിന് കഞ്ഞി വെക്കാൻ അരിയില്ല എങ്കിലും വരുന്നവരുടെ ദുഃഖം മാറ്റുവാൻ ഉള്ളതൊക്കെ എടുത്തു കൊടുക്കുവാൻ. നമ്മളൊക്കെ പലപ്പോഴും നമുക്കുള്ളത് വേർതിരിച്ചതിന് ശേഷം അതിൽ നിന്ന് അല്പസ്വല്പമൊക്കെ വിതരണം ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനുമൊക്കെ ശ്രമിക്കുമ്പോൾ ആരും അറിയാതെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ തനിക്കുള്ളതെല്ലാം ദാനം ചെയ്യുവാൻ, തൻ്റെ ജീവിതത്തിൽ ലഭ്യമായത് ആര് വന്നാലും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ സഹതാപം കാണിക്കുവാൻ, അവരോട് ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് ഒരു വലിയ ഭക്തിയുടെ ലക്ഷണമാണ്. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവസന്നിധിയിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ സൂക്ഷിക്കുന്നതുമാകുന്നു. അങ്ങനെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ സമീപിച്ച എല്ലാവർക്കും ഔദാര്യമായി തുറന്നു കൊടുക്കുന്ന, കലവറ തുറന്നു കൊടുക്കുന്ന വലിയ കാര്യവിചാരകനായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷക്കാർ പലപ്പോഴും അതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴും നാളത്തെക്കുറിച്ച് ചിന്തിക്കാതെ കൈ തുറന്ന് സംഭാവന നൽകുവാൻ, വിതരണം ചെയ്യുവാൻ, കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. അതുപോലെ തന്നെ തൻ്റെ ജീവൻ്റെ സംരക്ഷണം ഒന്നും മുന്നിൽ കാണാതെ 1935 കുന്നംകുളത്ത് പടർന്നു പിടിച്ച പ്ലേഗിൽ ആൻറ്റി വാക്സിനോ ഗ്ലൗസോ ഒന്നും ഇടാതെ, ആൾക്കാരെ അറിയിക്കാതെ, ആ സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമെന്ന നിലയിൽ അദ്ദേഹം ആ കുന്നംകുളത്ത് പോയി താമസിച്ച് അവർക്ക് ധൈര്യം പകർന്നു. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ സർവവും വിട്ടൊഴിഞ്ഞ് തൻ്റെ പ്രകൃതിയോട്
ദൈവത്തോട് ഏകീഭവിക്കുന്ന ഒരു സന്യാസ ശ്രേഷ്ഠനെയാണ് ഇവിടെ കാണുന്നത്. ആ പ്രകൃതിയോടുള്ള ഏകീഭാവം മൃഗജാലങ്ങളുമായി സംവദിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. പ്രസംഗത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. അങ്ങനെ മൃഗജാലങ്ങളുമായി പ്രകൃതിയോട് ഏകീഭവിക്കുന്ന ഒരു ധന്യമായ ജീവിതചര്യ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിലുണ്ടായിരുന്നു. ഒരിക്കൽ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയോട് നിൻ്റെ കുഞ്ഞെന്തിയെ എന്ന് ചോദിച്ചപ്പോൾ അതിനെ കടിച്ചെടുത്ത് തിരുമേനിയുടെ അടുത്ത് കൊണ്ടുപോകത്തക്കവണ്ണം ഭാഷയുടെ സ്നേഹത്തിൻ്റെ ആ സംവേദനം, അദ്ദേഹം അരി കൊടുക്കുവാനിരിക്കുമ്പോൾ പ്രാവ് മുഴുവൻ വന്ന് ശരീരത്തിലിരിക്കുന്ന പ്രകൃതിയുമായി ഏകീഭവിച്ച് ജീവിക്കുന്ന ആ സന്യാസത്തിൻ്റെ തീവ്രത പരിശുദ്ധനായ പരിമല തിരുമേനിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ജീവിച്ചിരുന്ന ഈ സ്ഥലം ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഒരു തീർത്ഥമായതിനാലാണ് സഹപാഠിയെ സതീർത്ഥനെന്ന് വിളിക്കുന്നത്. ദുഃഖസമുദ്രത്തിൽ നിന്ന് സ്വർഗീയമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള ഒരു തരണം ചെയ്യലാണ്. ഉള്ളതെല്ലാം ദാനം ചെയ്ത് ദൈവികമായ സ്നേഹത്തിൽ ജീവിച്ച ആ പുണ്യപിതാവ് മരണത്തെ പോലും അതിജീവിച്ചുകൊണ്ട് മരണത്തിന് അപ്പുറത്ത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഖബറിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്വീകരിക്കുവാൻ സദാ ഒരുങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിച്ചു. അങ്ങനെ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ഈ നൂറ്റാണ്ടിൽ നമ്മളോടൊപ്പം ജീവിച്ച് ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാരി ചൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പുണ്യപിതാവിനെ അനുകരിക്കുവാനും ആ ജീവിതത്തിൽ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കണം. ഗുജറാത്തിലെ ഒരു നോബൽ പ്രൈസ് വിന്നറായിരിക്കുന്ന കൈലാസ് സത്യാർത്ഥി അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് ലഭിച്ചപ്പോൾ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. കാട്ടുതീ തിരിക്കുമ്പോൾ മൃഗങ്ങളും ജനങ്ങളും ഓടി ഒളിക്കുമ്പോൾ ഒരു കിളി മാത്രം തൻ്റെ വായിൽ കൊള്ളുന്ന വെള്ളവുമായി ആ തീ അണയ്ക്കുവാൻ വരുന്ന ആ കിളിയുടെ ചിത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അത് അപകടകരമായ ഒരു പരിശ്രമമാണെങ്കിലും അങ്ങനെയുള്ള പരിശ്രമമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഈ ലോകത്തെത്തിക്കുവാൻ തക്കവണ്ണം ജീവിതം കൊണ്ട് സാധിച്ച ഒരു പുണ്യപിതാവാണ്. ആ പുണ്യപിതാവിൻ്റെ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നല്ല ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുവാനും അദ്ദേഹത്തെ പോലെ ജീവിതത്തെ അനുകരിച്ച് ആ ജീവിതത്തിൽ നിന്ന് ധന്യത ഉൾക്കൊള്ളുവാനും ഈ പെരുന്നാൾ സാധിക്കട്ടെ. വന്നുകൂടിയിരിക്കുന്ന നാനാജാതി മനസ്സരായ ഭക്തജനങ്ങളെല്ലാവരും ആ സ്മരണ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദ്വേദിപ്പിച്ചുകൊണ്ട് നല്ല ഓർമ്മകളായി അനന്തര തലമുറയിൽ അതുപോലെയുള്ള ഒരു വലിയ നല്ല ജന്മം ലഭിക്കുവാൻ തക്കവണ്ണം മലങ്കര സഭയ്ക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ അവസരത്തിൽ ചുരുങ്ങിയ സമയം നിങ്ങളോട് സംസാരിക്കുവാനുള്ള അവസരം തന്ന എല്ലാ ചുമതലപ്പെട്ടവരോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ സ്മരണ നമുക്ക് അനുഗ്രഹവും അതുപോലെ തന്നെ സ്വർഗീയമായ അനുഭവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായ നിങ്ങൾ ഓരോരുത്തരിലും അധിവസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.